ഇന്നലെ നമ്മൾ കേട്ട ഞെട്ടലോടുകൂടി കേട്ട മറ്റൊരു വാർത്ത അത് തൃപ്പൂണിത്തുറയിൽ നിന്നായിരുന്നു. കിടപ്പ് രോഗിയായ അച്ഛനെ ഉപേക്ഷിച്ച് കടന്നു കളഞ്ഞ മകനും കുടുംബവും. ഈ സംഭവത്തിൽ മകൻ അജിത്തിനെ പോലീസ് ചോദ്യം ചെയ്യും. ഇയാൾക്കെതിരെ ഹിൽ പാലസ് പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതേസമയം പിതാവ് ഷൺമുഖനെ സഹോദരൻ കോതമംഗലത്തെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു. ഇന്നലെ തന്നെ ഉമേഷ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്നും ചേരുന്നുണ്ട്. ഉമേഷ്, ഇന്നലെ മണിക്കൂറുകളോളം നമ്മൾ ഈ വാർത്തയുടെ പിന്നാലെയായിരുന്നു. ഈ ഒരു സാഹചര്യം എന്താണ് എന്നത് കൃത്യമായി നമുക്കറിയാം. വലിയ വിഷമിപ്പിക്കുന്ന ഒരു ഘട്ടമാണ്. അച്ഛനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെയും ആ ഒരു മാനസിക അവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് വാക്കുകളിലൂടെ വിവരിക്കാൻ കഴിയില്ല. എന്തായാലും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രത്യേകിച്ച് ആരോഗ്യപരമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാ സഹായവും ഇന്നലെ തന്നെ മന്ത്രി വീണ ജോർജ് ഉറപ്പാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? ഇപ്പോൾ സഹോദരൻ്റെ കൂടെയാണ് ഉള്ളതെന്ന് മനസ്സിലാക്കുന്നു. അതെ കാവ്യ, ഇപ്പോൾ സഹോദരൻ്റെ കൂടെയാണ് ഈ വൃദ്ധപിതാവായ ഷൺമുഖൻ. ഇപ്പോൾ സഹോദരൻ വിജയൻ, അദ്ദേഹം ഇന്നലെ രാത്രി തന്നെ ഈ ഷൺമുഖനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു. ഇന്നലെ ഈ വാടക വീട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ അദ്ദേഹത്തെ ഈ പാലിയേറ്റീവ് കെയർ അധികൃതരും പോലീസും നാട്ടുകാരും ഒക്കെ എത്തിയാണ് ഇന്നലെ തൃപ്പൂണിത്തുറയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയത്. അവിടെ മതിയായ ചികിത്സ അദ്ദേഹത്തിന് ലഭ്യമാക്കി. അദ്ദേഹം മറ്റ് പ്രശ്നങ്ങളില്ല എന്നുറപ്പാക്കിയതിന് ശേഷമാണ് സഹോദരൻ വിജയൻ അദ്ദേഹത്തിൻ്റെ കോതമംഗലത്തെ വീട്ടിലേക്ക് സഹോദരനെ കൂട്ടിക്കൊണ്ടുപോയത്. സൂചിപ്പിച്ചതുപോലെ തന്നെ അതീവ ദുഃഖകരമായ, നമ്മളെല്ലാം ഏറെ വേദനിപ്പിച്ച കാഴ്ചയാണ് ഇന്നലെ രാവിലെ തൃപ്പൂണിത്തുറ എരൂരിൽ നിന്ന് കാണാനായത്. എരൂർ ലേബർ കോളനിക്ക് സമീപമുള്ള വാടക വീട്ടിലാണ് ഈ കിടപ്പ് രോഗിയായ വൃദ്ധ പിതാവിനെ ഉപേക്ഷിച്ച് സ്വന്തം മകൻ കടന്നു കളഞ്ഞത്. അദ്ദേഹം സ്വന്തം മകൻ അജിത്ത് കുടുംബത്തോടൊപ്പം അദ്ദേഹം വിനോദയാത്രയ്ക്ക് പോയി എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അദ്ദേഹത്തെ ഇന്നലെ പോലീസ് ബന്ധപ്പെട്ടിരുന്നു. ആ സമയത്ത് വേളാങ്കണ്ണിയിലാണ് താനുള്ളത് എന്നാണ് അറിയിച്ചത്. ഈ അജിത്തിനെ കൂടാതെ മറ്റ് 2 മക്കൾ കൂടി ഈ ഷൺമുഖനുണ്ട്. അത് 2 പെൺമക്കളാണ്. അവർ ഈ സ്ഥലത്ത് എത്തി. പക്ഷേ നേരത്തെ തന്നെ അദ്ദേഹത്തിനെ ഏറ്റെടുക്കാനുള്ള കാര്യമൊക്കെ അവർ സൂചിപ്പിച്ചു. പക്ഷേ അവർക്ക് സാമ്പത്തികമായ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ സൂചിപ്പിച്ചിരുന്നു. മാത്രമല്ല പിതാവിനെ നോക്കുന്നതുമായി ബന്ധപ്പെട്ട് കുടുംബത്തർക്കവും ഒക്കെ നിലനിന്നിരുന്നു. ഇന്നലെ പോലീസ് പ്രാഥമികമായി അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് 4 മാസത്തെ വാടക കുടിശ്ശിക ഉണ്ടായിരുന്നു അജിത്തിന്. ഇതുമായി ബന്ധപ്പെട്ട് വീടൊഴിയാൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെയാണ് ഇന്നലെ മറ്റ് സാധനങ്ങളൊക്കെ എടുത്ത് അജിത്ത് അവിടെ നിന്ന് പോയത്. സ്വന്തം പിതാവിനെ ഒഴിച്ച് ബാക്കിയെല്ലാം ആ വീട്ടിൽ നിന്ന് TV അടക്കമുള്ള ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെ എല്ലാം അവിടെ നിന്ന് മാറ്റുകയാണുണ്ടായത്. ഏതാണ്ട് 24 മണിക്കൂർ ആ പിതാവിന് ഒറ്റയ്ക്ക് അവിടെ കിടക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഏറ്റവും ദാരുണമായ കാര്യം. പിന്നീട് തൃപ്പൂണിത്തുറ നഗരസഭ അധികൃതർ, പ്രത്യേകിച്ച് വൈസ് ചെയർമാൻ പ്രദീപ് അടക്കമുള്ളവർ സ്ഥലത്തെത്തി അദ്ദേഹത്തിന് വേണ്ട പരിചരണം നൽകി. ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുകയായിരുന്നു അദ്ദേഹം. അടിയന്തരമായി തന്നെ സർക്കാരും ഈ വിഷയത്തിൽ ഇടപെട്ടു. കളക്ടറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയും സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയും 2 പേരും ഈ വിഷയത്തിൽ ഇടപെട്ടു. ആരോഗ്യമന്ത്രി വീണ ജോർജ് അദ്ദേഹത്തിന് മതിയായ ചികിത്സ ഇന്നലെ തന്നെ ഉറപ്പാക്കാനുള്ള നിർദ്ദേശം നൽകി. ഒപ്പം സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു, മിനിസ്റ്റർ ഇന്നലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട സാമൂഹ്യനീതി ഡയറക്ടറോടും ഒപ്പം എറണാകുളം സാമൂഹ്യനീതി ജില്ലാ ഓഫീസറോടുമൊക്കെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കേസുകളെടുത്തിട്ടുണ്ട്. ഹിൽ പാലസ് പോലീസ് കേസെടുത്തു. ഒപ്പം മനുഷ്യാവകാശ കമ്മീഷനും കേസെടുത്തിട്ടുണ്ട്. പ്രായമായ മാതാപിതാക്കളെ നോക്കാത്തതടക്കമുള്ള വകുപ്പുകൾ ചേർത്താണ് ഈ അജിത്തിനെതിരെ കേസെടുത്തിരിക്കുന്നത്. പോലീസ് ഇയാൾക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വേളാങ്കണ്ണിയിൽ നിന്ന് എത്തിയാലുടൻ അജിത്തിനെ ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ആ തരത്തിലുള്ള നടപടികൾ ഉണ്ടാകും. വിനോദയാത്രയ്ക്ക് പോയിരിക്കുകയാണ് എന്നതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു കാര്യം ചുരുങ്ങിയ പക്ഷം നമുക്കും ഒന്ന് അറിയണമല്ലോ, എന്തിനാണ് ഇങ്ങനെ ഒരു കൃത്യം ചെയ്തത് എന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സൂചന അത് പോലീസിനോട് സംസാരിച്ചിട്ടുണ്ടോ? പോലീസ് ആ നിലയ്ക്കുള്ള എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ? ഈ 3 പേരുമായും പോലീസ് ഇന്നലെ തന്നെ സംസാരിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സഹോദരൻ വിജയം അടക്കം സൂചിപ്പിക്കുന്നത് ഈ പെൺമക്കൾ ഇദ്ദേഹത്തെ ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നു, ഇദ്ദേഹത്തെ നോക്കാൻ തയ്യാറായിരുന്നു. പക്ഷെ പലപ്പോഴും ഈ പെൺമക്കളെ ഈ വീട്ടിലേക്ക് വരുത്താൻ അജിത്ത് സമ്മതിച്ചിരുന്നില്ല, അവരെ പിതാവിനെ കാണാൻ അനുവദിച്ചിരുന്നില്ല എന്നൊക്കെയാണ് അറിയാൻ കഴിയുന്നത്. ഈ നേരത്തെ ഈ ഷൺമുഖൻ്റെ സഹോദരൻ വിജയനടക്കം പറയുന്നത് ഇദ്ദേഹത്തിന് 2 വർഷം മുൻപ്
പക്ഷാഘാതം വന്നിരുന്നു. അന്ന് തൊട്ടാണ് ഇങ്ങനെ കിടപ്പിലായത്. പക്ഷേ പിന്നീട് ഫിസിയോതെറാപ്പി അടക്കം ചെയ്ത് അല്പം നടക്കാൻ കഴിയാവുന്ന സാഹചര്യത്തിലേക്കൊക്കെ എത്തിയിരുന്നു. പക്ഷേ പിന്നീട് ഈ അജിത്ത് ഇടപെട്ട് തന്നെ ഫിസിയോതെറാപ്പി മുടങ്ങി എന്നുള്ള ചില വിവരങ്ങളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം ഇനി അജിത്തിനെ ചോദ്യം ചെയ്താൽ മാത്രമേ ആ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരികയുള്ളൂ. ശരിയായൊരു വിശദീകരണം അജിത്ത് പോലീസിന് നൽകിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ട് ഇങ്ങനെ ഉപേക്ഷിച്ചു പോയി എന്നതിന് കൃത്യമായൊരു ഉത്തരം നൽകാൻ അജിത്തിന് പറ്റിയിട്ടില്ല എന്നുള്ളതാണ് പോലീസിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും നേരിട്ട് അജിത്തിനെ കണ്ട് ചോദിക്കുക എന്നുള്ളത് തന്നെയാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി തന്നെയാണ് ഇപ്പോൾ പോലീസ് തയ്യാറെടുത്തിരിക്കുന്നത്. അജിത്ത് അധികം വൈകാതെ തന്നെ പോലീസിന് മുമ്പ്, ഹിൽ പാലസ് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്, ഹിൽ പാലസ് പോലീസിന് മുൻപിൽ ഹാജരായി ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കും എന്ന് തന്നെയാണ് അറിയുന്നത്. ഏതായാലും ഈ പിതാവിൻ്റെ ആരോഗ്യം സംബന്ധിച്ച് നിലവിൽ ആശങ്കയില്ല. അദ്ദേഹം സുരക്ഷിതമായ സ്ഥലത്താണ് ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ സഹോദരൻ്റെ വീട്ടിൽ കഴിയുകയാണ് ഈ ഷൺമുഖൻ.